വിവോയുടെ Vivo Y200 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo Y200 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. amoled ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.69 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിന്റെ ജംഗിൾ ഗ്രീൻ, ഡെസേർട്ട് ഗോൾഡ് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് റാം 3.0 എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറി ഇത് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഫോണിൽ വരുന്നില്ല. Android 13 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സലിന്റെ f1.79 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OS എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 2 മെഗാപിക്സൽ ഒരു ഡെപ്ത് സെൻസറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്കിൽ ഒരു സ്മാർട്ട് ഔറോറ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അത് നമുക്ക് ആ ഒരു സെക്ഷനിൽ പറയാം. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ f2.0 വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 4800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ചാർജിംഗ് സ്പീഡൊക്കെ തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പക്ഷേ 22,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഈ പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിംഗ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 770G പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. ചില ഫോണുകളിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണുകളാണ് എന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ MediaTek Dimensity 8100 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളും വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗെയിമിംഗ്, പെർഫോമൻസ് ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അപ്പം അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. 8GB റാം 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2,000 രൂപയുടെ വരെ ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Vivo Y200 5G എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ഒരു ഫോണായിരിക്കും. അപ്പം ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം പുറത്ത് ഷോപ്പുകളിൽ തന്നെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ
ഈ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾ ഓൺലൈൻ ഫോൺസും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും Vivo Y200 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.